താരങ്ങളുടെ വൻനിരയോ പ്രശസ്തിയുടെ തിളക്കമോ അവകാശപ്പെടാനില്ലാത്ത ഒരു ബൗളിംഗ് നിരയായിരുന്നു ഹൈദരാബാദിൻ്റേത്. മറുഭാഗത്ത് പടുക്കൂറ്റന്മാരായ രാജസ്ഥാൻ റോയൽസും. പരാജയം മുൻകൂട്ടി കണ്ടവരുമുണ്ടാകാം. എന്നാൽ ക്രിക്കറ്റ് എന്ന വിസ്മയ ലോകത്ത് അത്ഭുതങ്ങൾ ജനിക്കുന്നത് ഇത്തരം അപ്രതീക്ഷിത നിമിഷങ്ങളിൽ നിന്നാണ്. പേരുകേട്ട ബൗളർമാരില്ലാത്ത ഒരു ശൂന്യതയിലേക്ക് ഒരു കൊടുങ്കാറ്റായി കടന്നു വന്നത് രണ്ട് പുതുമുഖങ്ങളായിരുന്നു, പ്രഫുൽ ഹിംഗയും സാക്കിബ് ഹുസൈനും. IPL വേദിയിലേക്ക് അവർ കാലെടുത്തു വെച്ചത് വെറുമൊരു അരങ്ങേറ്റക്കാരായിട്ടല്ല, മറിച്ച് തങ്ങളുടെ കഴിവ് ലോകത്തിനു മുമ്പിൽ തെളിയിക്കാൻ വെമ്പുന്ന രണ്ട് തീപ്പൊരി പോരാളികളായാണ്. രാജസ്ഥാന്റെ അധികായന്മാർക്ക് മുമ്പിൽ പതറാതെ നെഞ്ചുവിരിച്ചു നിന്ന അവർ ഓരോരുത്തരും പിഴഞ്ഞെടുത്തത് 4 വിക്കറ്റുകൾ വീതമാണ്. അവരുടെ ഓരോ പന്തിലും തീ പാറുകയായിരുന്നു, ഒപ്പം ആരും കൊതിക്കുന്ന ആത്മവിശ്വാസവും. വമ്പം പേരുകളില്ലെന്ന കുറവ് നികത്താൻ ആ രണ്ട് ഇന്ത്യൻ യുവതാരങ്ങളുടെ ചങ്കുറപ്പ് മാത്രം മതിയായിരുന്നു. എന്നാൽ ഈ വിജയഗാഥയിൽ ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ഒരു പേരുണ്ട്, കോച്ച് വരുൺ ആരോൺ. ആരുമില്ലാത്ത തൻ്റെ ബൗളിംഗ് നിരയിലേക്ക് അചഞ്ചലമായ വിശ്വാസത്തോടെ ഈ യുവതാരങ്ങളെ കൈപ്പിടിച്ചു കൊണ്ടുവന്നത് അദ്ദേഹമായിരുന്നു. ആത്മവിശ്വാസവും പോരാട്ടവീര്യമുള്ള ഇന്ത്യൻ ചുണക്കുട്ടികളെ കണ്ടെത്തി അവർക്ക് അവസരങ്ങളുടെ ചിറകുകൾ നൽകി പറക്കാൻ വിട്ട ആ പരിശീലകന്റെ ദീർഘവീക്ഷണമാണ് ഈ വിജയത്തിന്റെ യഥാർത്ഥ അടിത്തറ. താരപ്പൊലിമയല്ല, മറിച്ച് അർപ്പണബോധവും അചഞ്ചലമായ വിശ്വാസവുമാണ് ഈ യഥാർത്ഥ ടീമിന്റെ കരുത്തെന്ന് ഈ നിമിഷങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വിയർപ്പും ചോരയും ചിന്തി കളിക്കുന്ന യുവതാരത്തിന് മുമ്പിൽ ഏത് വമ്പന്മാരും അടിയറവ് പറയുമെന്നതിൻ്റെ നേർചിത്രമാണിത്. ഹൈദരാബാദിന്റെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ ഇന്ന് പെയ്തിറങ്ങിയത് വെറുമൊരു മഴയല്ല, ഒരു തീമഴയാണ്. അതെ, സൺറൈസ് ഹൈദരാബാദിന്റെ പുതിയ നായകൻ സാക്ഷാൽ ഇഷാൻ കിഷാൻ രാജസ്ഥാൻ റോയൽസിനെതിരെ ഇന്ന് കാഴ്ചവെച്ചത് അക്ഷരാർത്ഥത്തിൽ ഒരു സംഹാര താണ്ഡവമായിരുന്നു. അതിനാൽ തന്നെ ആ പേരും നമ്മൾ മറന്നു പോകരുത്. ആദ്യ ഓവറുകളിൽ തന്നെ അഭിഷേക് ശർമ്മയും ദ്രാവിഡ് ഹെഡിനെയും നഷ്ടപ്പെട്ട് ടീം പതറി നിന്ന സമയത്ത് നായകന്റെ കുപ്പായത്തിൽ ഒരു രക്ഷകനെ പോലെ അവൻ അവതരിക്കുകയായിരുന്നു. ക്രീസിലേക്ക് നടന്നടക്കുമ്പോൾ ആ കണ്ണുകളിലുണ്ടായിരുന്നു ഒരു തീപ്പൊരി. പിന്നീട് ആ ബാറ്റിലൂടെ അഗ്നിപർവ്വതമായി പൊട്ടിത്തെറിക്കുന്നതാണ് ക്രിക്കറ്റ് ലോകം മുഴുവൻ കണ്ടത്. ജോഫ്ര ആർച്ചറുടെ തീപ്പന്തുകളെയും രവി ബിഷ്ണോയുടെ സ്പിൻ വലകളെയും അവൻ നേരിട്ട രീതി ഒരു സിംഹം തൻ്റെ ഇരയെ വേട്ടയാടുന്നതിന് തുല്യമായിരുന്നു. പ്രത്യേകിച്ച് 9ാം ഓവറിന് ശേഷം ഇഷാന്റെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറി മറഞ്ഞു. യാതൊരു ദയവുമില്ലാതെ കണ്ണിൽ ചോരയില്ലാത്ത പ്രഹരമായിരുന്നു. തൻ്റെ ഭയരഹിതമായ മനോഭാവവും അപാരമായ ഹിറ്റിംഗ് പവറും പുറത്തെടുത്ത അവൻ ക്രീസിൽ ഒരു കൊടുങ്കാറ്റായി മാറി. ബൗളർമാർ എന്ത് തന്ത്രമായി വന്നാലും അവൻ അവരെ തകർത്തെറിയുകയായിരുന്നു. ഗ്രൗണ്ടിൻ്റെ എല്ലാ മൂലയിലേക്കും സിക്സറുകളുടെയും ഫോറുകളിലൂടെയും പെരുമഴ പെയ്യിക്കുകയായിരുന്നു. പേസർമാരെയും സ്പിന്നർമാരെയും ഒരേപോലെ അവൻ പിച്ച് ചീന്തി. ബൗളർമാർ പന്തെറിയാൻ ഭയക്കുന്ന തരത്തിലേക്ക് അവൻ പൂർണ്ണമായും ആ മത്സരത്തെ തൻ്റെ വരുതിയിലാക്കി. പന്ത് ഗാലറിയിൽ ചെന്ന് വീഴുന്ന ഓരോ ശബ്ദത്തിലും ആ സ്റ്റേഡിയം ആവേശത്താൽ കുലുങ്ങുകയായിരുന്നു. വെറും 44 പന്തിൽ 8 ബൗണ്ടറികളും 6 പടുകൂറ്റൻ സിക്സറുകളും പറത്തി 206 എന്ന സ്ട്രൈക്ക് റേറ്റിൽ അവൻ അടിച്ചുകൂട്ടിയത് 91 റൺസായിരുന്നു. ഒടുവിൽ സന്ദീപ് ശർമ്മയുടെ പന്തിൽ നിർഭാഗ്യവശാൽ ക്യാച്ച് നൽകി പുറത്താകുമ്പോൾ തികച്ചും അർഹിച്ചിരുന്ന ഒരു സ്വപ്ന സെഞ്ചുറി വെറും 9 റൺസകലെയാണ് അവന് വീണുപോയത്. എങ്കിലും ആ 91 റൺസ് ഏതൊരു സെഞ്ചുറിയേക്കാളും മനോഹരമുള്ള ഗാംഭീര്യമുള്ള ഒരു റണ്ണായിരുന്നു. തലയുയർത്തി അവൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുമ്പോൾ ആ സ്റ്റേഡിയം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് ആദരവോടെ അവന് വേണ്ടി കൈയടിക്കുകയായിരുന്നു. IPL ചരിത്രത്തിലെ മറക്കാനാവാത്ത ഒരു മാസ് ഇന്നിങ്സ് ആയിരുന്നു. അതേപോലെ തന്നെ പ്രഫുൽ ഹിംഗയുടെയും സാക്കിബിൻ്റെയും വിക്കറ്റും അരങ്ങേറ്റ മത്സരവും മറക്കാനാവാത്ത ഓർമ്മകൾ തന്നെയാണ്.